ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാള വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പൂരിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചതാണ്. അപ്പോൾ പൂരിയും മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടാണ്. പിന്നെ ഞാൻ മുട്ടക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പൂരി ഞാനങ്ങനെ പരത്തി ഉണ്ടയൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി അത് നേരെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ചട്ടിയൊക്കെ നല്ല കാഞ്ഞു കിടക്കണ കാരണം ഇട്ടത് അങ്ങോട്ട് റെഡി ആയിട്ടില്ല. ശരി, എണ്ണയിലേക്ക് അങ്ങോട്ട് കുളിപ്പിച്ചിടണമായിരുന്നു. പക്ഷേ കയ്യിൽ നിന്ന് അങ്ങോട്ട് ചാടിയതാണ്. നമ്മൾ പപ്പടാണെങ്കിലും പൂരിയാണെങ്കിലും എണ്ണയിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ആഴത്തിൽ ഇറക്കി ഇടുമ്പോഴാണ് നന്നായിട്ട് പൊള്ളച്ചു വന്നത്. പിന്നെ പൂരിയും മുട്ടക്കറിയും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ട് പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറാൻ ഭയങ്കര മടിയാട്ടോ. പിന്നെ കുട്ടികളെല്ലാവരും വെക്കേഷനായിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കയറാതിരിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് കയറും. അങ്ങനെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മാത്രമായിട്ടോ കഴിക്കാനുള്ളൂ. പിന്നെ ഞാൻ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെക്കേഷനായിട്ട് എൻ്റെ ബ്രദറിൻ്റെ മക്കളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ടയേർഡാവും കേട്ടോ. അപ്പോൾ ഭയങ്കര ദാഹവും ക്ഷീണമൊക്കെയാണ്. അപ്പോൾ അതാ ഷമാമുണ്ടായി. എന്നാൽ അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കുകയുള്ളൂ കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ ആ കാമ്പൊക്കെ കോരി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ഒഴിച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഐസ് ഞാനിപ്പോൾ ഇടണില്ല, ഒന്ന് അടിച്ചിട്ട് ഐസ് ഇട്ടിട്ട് അടിച്ച് വീണ്ടും എടുക്കും. അങ്ങനെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കുടിച്ചു കുറച്ച് എനർജിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വയ്ക്കാനായിട്ട് പോയി. അപ്പോൾ കറി വയ്ക്കാനായിട്ട് ഇന്ന് രസം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം. പിന്നെ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട്, വേപ്പിലയും. അപ്പോൾ ഈ രസം ഞാൻ വയ്ക്കണത് ഇതിന് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് രസമാണ്. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊടിയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് രസം വയ്ക്കാൻ പറ്റും ഇങ്ങനെ പൊടി ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് വേപ്പിലേക്ക് ഇട്ടിട്ട് മുളക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അത് വാടി വന്നപ്പോൾ തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളി നന്നായിട്ട് ഉടയണം. തക്കാളി ഉടഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുടംപുളിയൊക്കെ ഞാൻ രസത്തിലിടാറ്. അപ്പോൾ കുടംപുളി ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. കല്ലുപ്പും പുളിയും കൂടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ നന്നായിട്ട് അത് പുളി ഇറങ്ങി വരാൻ വേണ്ടി. പിന്നെ അതിലേക്ക് നമ്മൾ രസത്തിൻ്റെ പൊടി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ പിന്നെ ഇതിലേക്ക് നമുക്ക് എന്തോരം രസമാണോ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം പൊടി എടുക്കാൻ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ രസം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ രസം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കായം ഇട്ട് കൊടുക്കാം കേട്ടോ. കായത്തിൻ്റെ പൊടിയോ കട്ടക്കായോ എന്തായാലും മതി. ഞാനിതിപ്പോൾ കട്ടക്കായം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ വറുത്തതിൻ്റെ ബാക്കി ഉണ്ടായി. അപ്പോൾ അതാണ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ രസം നന്നായിട്ട് തിളപ്പിക്കണം. 2-3 പ്രാവശ്യം നല്ല വെട്ടി തിളപ്പിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം.
അപ്പോൾ രസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഊണൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കാണിക്കണത് വൈകുന്നേരമാണ്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നഗ്ഗറ്റ്സാണ്, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ചെടി നനയ്ക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവർ ഇപ്പിയുടെ പാക്കറ്റ് ഇവിടെ ഇരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ അവർക്കത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് എന്നാൽ പിന്നെ ഇനി അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെടി നനയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് നിന്നു. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്യുമ്പോൾ അവരെന്നെ കളിയാക്കുന്നുണ്ട്, ഇപ്പി ഉണ്ടാക്കാൻ ആർക്കാണ് അറിയാൻ പാടില്ലാത്ത എന്നും ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു രസത്തിന് അതും കൂടി വീഡിയോയിൽ എടുത്തെന്നുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ രാവിലെ തന്നെ മുറ്റത്ത് നോക്കുമ്പോൾ കുറച്ച് വട്ടയില നിൽക്കണം കണ്ടു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വാഴയില, വട്ടയില അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷനാണ്. അപ്പോൾ പിന്നെ എനിക്ക് അതിലെന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ ഞാനെന്നാൽ ഈ ഇപ്പി അതിൽ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് റെഡിയാക്കിയിട്ട് പോയി കുറച്ച് വട്ടയിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴുകി ക്ലീനാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പിയൊക്കെ റെഡിയാക്കി. ഇനി കുട്ടികൾക്കത് കഴിക്കാൻ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചെടിയൊക്കെ നനയ്ക്കാൻ ഇറങ്ങാൻ. അപ്പം ഞാനതെല്ലാം ഇലയിലേക്കാട്ടോ സെർവ് ചെയ്തത്. ഒരാളിവിടെ അടുത്ത് തന്നെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ബ്രദറിൻ്റെ മോനാണ് രണ്ടാമത്തെ കുട്ടി. അപ്പം എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.